നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. തീപിടിച്ചത് പഴയ റെക്കോർഡുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ. പഴയ രേഖകൾ മാത്രമാണ് കത്തിയതെന്നും ബാങ്കിന്റെ നിലവിലെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും ഭരണസമിതി. ചൊക്രമുടി ഭൂവിഷയത്തിൽ പ്രതികരണവുമായി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വിഷയത്തിൽ ശക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. സർക്കാർ ഇക്കാര്യത്തിൽ വച്ചു പുലർത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും എം പി. ഇരട്ടയാറിൽ വയോധികയുടെ കഴുത്തിൽ കിടന്ന 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ ജാർഖണ്ഡ് സ്വദേശികളായ ഭാര്യയും ഭർത്താവും കട്ടപ്പന പോലീസിന്റെ പിടിയിൽ. പുലർച്ചെ മോഷണം നടന്നത് ഇരട്ടയാർ സ്വദേശി ഡോക്ടർ ജോ തോമസിന്റെ വീട്ടിൽ. അയ്യപ്പൻകോവിൽ 6 ഏക്കറിൽ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ തൊഴിലാളികൾക്ക് പെരും തേനീച്ചയുടെ കുത്തേറ്റു. പരിക്കേറ്റത് സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ 7ഓളം പേർക്ക്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. പഴയ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടിച്ചത്. പഴയ രേഖകൾ മാത്രമാണ് കത്തിയതെന്നും ബാങ്കിന്റെ നിലവിലെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയേൽ പ്രതികരിച്ചു. പ്രവർത്തനം ആരംഭിച്ചിട്ട് 100 വർഷമാകുന്ന ബാങ്കിൽ പേപ്പറിൽ കുറെ അധികം രേഖകൾ ഉണ്ടായിരുന്നു. ഈ രേഖകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ബാങ്കിന്റെ പ്രതിദിന പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത രേഖകളാണ് മുറിയിൽ ഉണ്ടായിരുന്നത്. പുക കണ്ടതിനെ തുടർന്ന് കമ്പ്യൂട്ടറുകളും മറ്റ് ഉപകരണങ്ങളും ഓഫാക്കിയിരുന്നെന്നും വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനാൽ ബാങ്കിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും പ്രസിഡന്റ് സാം ക്രിസ്റ്റി ഡാനിയേൽ പറഞ്ഞു. 2 റൂമുകളിൽ പഴയ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് റാക്കിലും മേശയിലായിട്ട് പഴയ റെക്കോർഡ്സ് മാത്രം വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ റെഗുലർ യൂസ് ഇല്ല. 6-7 മാസം മുമ്പ് അതിനകത്തെല്ലാം ക്ലീൻ ചെയ്ത് അടുക്കിയിരുന്ന റൂമാണ്. അതിനകത്താണ് ഇപ്പോൾ ഫയർ ഉണ്ടായിരിക്കുന്നത്. അതിനടുത്ത റൂമുകളുണ്ട്, അതിലും കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. അതിലും ഫയർ എങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും എന്നുള്ളൊരു പ്രഥമ സംശയത്തിൽ ഇലക്ട്രിക് സപ്ലൈ മുഴുവൻ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് വന്ന് അവർ വെള്ളം അടിച്ച് ഇപ്പോൾ ഫയർ പൂർണ്ണമായിട്ടും കൺട്രോളിലായിട്ടുണ്ട്. ഇനി തുറന്നു നോക്കിയാൽ മാത്രമേ ഡാമേജിൻ്റെ എക്സ്റ്റെൻറ്റ് അറിയാനൊക്കെ. ഈ ഇടപാടുകാരെ സംബന്ധിച്ച് യാതൊരു ഡോക്യുമെൻറ്റും നഷ്ടപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മുടെ സ്ട്രോങ് റൂമിൽ സേഫായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഓഫീസ് റൂമിനകത്ത് ഫംഗ്ഷൻ എല്ലാം ഉണ്ട്. സിസ്റ്റത്തിനകത്ത് എല്ലാം കാര്യമാണ്. ഒരു നഷ്ടവും നമുക്ക് ബാങ്കിന് ഈ പഴയ റെക്കോർഡ്സ് അത്ര ആവശ്യമില്ലാത്ത റെക്കോർഡ്സ് നശിച്ചു പോയി എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ബാങ്കിന് ഫോർ ദ ടൈം ബീങ് വന്നിട്ടില്ല. കെട്ടിടത്തിന് എന്ത് ഡാമേജ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ. ഇത് ഈ അടുത്ത വർഷമായി കഴിഞ്ഞാൽ 100 വർഷം തികയുന്ന ബാങ്കാണ്. ഈ നമ്മുടെ ക്യാഷ് അടയ്ക്കുന്നതിൻ്റെ റെസീറ്റുകൾ, പഴയ യൂസ്ഡ് ബാലറ്റ് പേപ്പറുകൾ, കൊണ്ടുപോകാതിരിക്കുന്ന ബാലറ്റ്, യൂസ്ഡ് അല്ലാത്ത ബാലറ്റ് പേപ്പറുകൾ, പിന്നെ കുറേ പഴയ റെക്കോർഡ്സ്, ഒത്തിരി സിസ്റ്റംസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിനകത്തുള്ള ഇപ്പം നമുക്ക് കറണ്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നും അതിനകത്ത് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളതല്ല. എല്ലാം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ. തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഴയ രേഖകളാണ് കത്തി നശിച്ചതെന്ന് ഭരണസമിതി പറയുമ്പോഴും ബാങ്കിന്റെ നഷ്ടത്തെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. സംഭവത്തിൽ ഫയർഫോഴ്സും അന്വേഷണം നടത്തും. ചൊക്രമുടി ഭൂവിഷയത്തിൽ പ്രതികരണവുമായി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ചൊക്രമുടി ഭൂവിഷയത്തിൽ ശക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് എം പി അടിമാലിയിൽ പറഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ വച്ചു പുലർത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണം. കുറ്റക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി ഐക്യജനാധിപത്യ മുന്നണി മുമ്പോട്ട് വരുമെന്നും എം പി വ്യക്തമാക്കി. ഉണ്ടായിട്ടുള്ള വിവാദം, അതിൻ്റെ അന്വേഷണ ചുമതലക്കാരനായിട്ടുള്ള IG സേതുരാമൻ നൽകിയതായ റിപ്പോർട്ട് വളരെയധികം എന്താ പറയുക, കുറ്റപ്പെടുത്തലോട് കൂടിയിട്ടാണ്. അന്വേഷണത്തിലൊക്കെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും കുറ്റക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സമീപനങ്ങളാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകളായി പോയി നമുക്ക് പുറത്തു വരുന്നിട്ടുള്ളത്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധകരമാണ്. ഏറെ വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ചൊക്രമുടി കയ്യേറ്റം അത് ഒഴിപ്പിക്കുക തന്നെ വേണം. അതിനുവേണ്ടി ശക്തമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. സർക്കാർ ഇക്കാര്യത്തിൽ വെച്ചു പുലർത്തുന്ന ഒളിച്ചുകളി പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, കുറ്റക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ കുൽസിതമായ പരിശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുമെന്ന് കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. ഇരട്ടയാറിൽ വയോധികയുടെ കഴുത്തിൽ കിടന്ന 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ ജാർഖണ്ഡ് സ്വദേശികളായ ഭാര്യയും ഭർത്താവും കട്ടപ്പന പോലീസിന്റെ പിടിയിൽ. ഇരട്ടയാർ സ്വദേശി ഡോക്ടർ ജോ തോമസിന്റെ വീട്ടിലാണ് പുലർച്ചെ മോഷണം നടന്നത്. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഡോക്ടർ ജോ തോമസിന്റെ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്തു വന്നിരുന്ന ജാർഖണ്ഡ് സ്വദേശി മദൻലാൽ, ഇയാൾ ഭാര്യയെന്ന് പറഞ്ഞ് കൂടെ താമസിപ്പിച്ചിരുന്ന യുവതി എന്നിവരാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത്.
പുലർച്ചെ ജോ തോമസിന്റെ ഭാര്യ മേരി പള്ളിയിൽ പോയ സമയത്ത് മദൻലാൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി കട്ടിലിൽ കിടക്കുകയായിരുന്ന ജോ തോമസിന്റെ 93 വയസ്സു പ്രായമുള്ള മാതാവിന്റെ കഴുത്തിൽ നിന്ന് 4 പവനോളം തൂക്കം വരുന്ന മാല തന്ത്രപൂർവ്വം മോഷ്ടിക്കുകയായിരുന്നു. ഈ സമയം ജോ തോമസ് വീട്ടിലുണ്ടായിരുന്നു. സംശയം തോന്നിയ മാതാവ് ഇദ്ദേഹത്തെ വിളിക്കുകയും തുടർന്ന് വീട്ടിലെ CCTV പരിശോധിക്കുകയും ചെയ്തതോടെയാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസൺ വർക്കിയെ ബന്ധപ്പെടുകയും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. മോഷണശേഷം ഇരുവരും വീടിന്റെ മതിൽ ചാടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. തുടർന്ന് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിൽ മണിക്കൂറുകൾക്കുള്ളിൽ പുളിയമല റോഡിൽ നിന്നും ഇരുവരെയും പിടികൂടിയതായി വീട്ടുടമ പറഞ്ഞു. രാവിലെ ഒരു 6 മണിയോടുകൂടി അമ്മ ഉച്ചത്തെ പേര് ഇങ്ങനെ വിളിച്ചു, എൻ്റെ വൈഫിനെ വിളിച്ചു. അപ്പം ഒരു 5 കൂടി ആ വൈഫ് പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് MND എന്ന് പറയുന്ന രോഗമുള്ളതുകൊണ്ട് കളർ രോഗമുള്ളതുകൊണ്ട് വേണ്ടിയിട്ട് എല്ലാം പറ്റിയത് പെട്ടെന്ന്. ഞാൻ പയ്യെ സാവധാനത്തോടെ ചെന്നപ്പം അമ്മ പറഞ്ഞു, അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ആരോ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. ഞാനർത്ഥം ഒരു ഹാലുസിനേഷനായിരിക്കും, കാരണം ഇവിടെ എല്ലാം പട്ടിയും TV ഒക്കെ ഉള്ളത് കൊണ്ട് അത് ഒരു ഹാലുസിനേഷനായിരിക്കും എന്ന് ഞാൻ കരുതി. പിന്നീട് പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് CCTV കണ്ടു. ഇവരെ പിന്നെ ഇവിടുത്തെ ഹിന്ദിക്കാരൻ, ഒരു 2 മാസമായിട്ട് ഇവിടെ താമസിക്കുന്ന ഹിന്ദിക്കാരൻ, പിന്നെ ഫ്രണ്ടിലെ വാതിൽ, അത് വൈഫ് പള്ളിയിൽ പോകാൻ നേരത്തെ ലോക്ക് തുറന്നിട്ട് ചുമ്മാ ചാരിയിട്ടിരിക്കുകയായിരുന്നു. അതിലെ അകത്ത് കയറുന്നതും പിന്നെ ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും. പിന്നെ മറ്റ് വിഷ്വൽസൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇവനെ മതിൽ ചാടി ഭാര്യയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി പോകുന്നതായിട്ടുണ്ട്. അപ്പം സ്റ്റേഷനിൽ അറിയിക്കുകയും പിന്നീട് എനിക്ക് ശാരീരിക പ്രയാസമുള്ളതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോഴത്തേക്ക് കട്ടപ്പന CIയുടെ നേതൃത്വത്തിൽ വളരെ സമർത്ഥമായിട്ട് അവനെ ലൊക്കേറ്റ് ചെയ്യുകയും പുളിമലയ്ക്കുള്ള റോഡ് സൈഡിലൂടെ പാറകടവിനപ്പുറത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ട് വരികയും ചെയ്തു. ഞാൻ സ്റ്റേഷനിലേക്ക് അവർ കൊണ്ടുവന്നത്. സംഭവത്തിൽ വീട്ടുടമയുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അയ്യപ്പൻകോവിൽ 6 ഏക്കറിൽ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ തൊഴിലാളികൾക്ക് പെരുംതേനീച്ചയുടെ കുത്തേറ്റു. സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ 7ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. 6 ഏക്കർ പുളിക്കത്താഴെ ഏലിയാമ്മ, വെട്ടിക്കൽ ജോസ്, വേലുത്താഴെ ശശികുമാർ, ആലക്കൽ സിന്ധു, കോലൊത്ത് രാജു, ഇലവംതടത്തിൽ സുചിത്ര, പ്ലാക്കൽ രാധിക എന്നിവർക്കാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതിൽ ദേഹമാസകലം പരിക്കേറ്റ 3 പേരെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു. കൃഷിയിടത്തിൽ നിന്നിരുന്ന വലിയ ഇലവ് മരത്തിന്റെ മുകളിൽ തേനീച്ചക്കൂടുണ്ടായിരുന്നു. പരുന്ത് കൂടിളക്കിയതോടെ തേനീച്ചകൾ കൂട്ടത്തോടെ തൊഴിലാളികളെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് ഇവർ ഉണങ്ങിയ ഇലകൾ തീയിട്ട് പുകച്ചാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും നാട്ടുകാർ പറഞ്ഞു. ഏലക്കാട്ടിൽ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. പണിയെടുത്ത സമയത്ത് പരുന്തിളക്കിയ ഒരു 7 പേർക്ക് ഭയങ്കരമായിട്ട് കുത്തിയായിരുന്നു. 2-3 പേരുടെ ഇച്ചിരി കൂടുതലാണ്. ദേഹമാസലം മൊത്തം കുത്തിയിരിക്കുക. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ബാക്കി 4 പേര് ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. നിസ്സാരമായി പരിക്കേറ്റവർ ആലടി PHCയിൽ ചികിത്സ തേടി. ദേവികുളം DFO ഓഫീസിന് മുമ്പിൽ ദേവികുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർക്കെതിരെ പൊതുജനമധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നതായി ആരോപിച്ചായിരുന്നു ബാർ അസോസിയേഷന്റെ പ്രതിഷേധം. പ്രകടനമായി എത്തിയ അഭിഭാഷകരെ ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. ദേവികുളം RDO ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച അഭിഭാഷകരുടെ പ്രതിഷേധ പ്രകടനം DFO ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. കഴിഞ്ഞ മാസം വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകനെതിരെ കള്ള ആരോപണങ്ങൾ ഉയർത്തുകയും മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണെന്ന് അഭിഭാഷകർ ആരോപിച്ചു. പ്രതികൾക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് ഇൻട്രോഗേഷനായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ കൊടുത്തപ്പോൾ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച്
അവർക്കേറ്റ ക്രൂരമായ മർദ്ദനങ്ങളെ സംബന്ധിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവികുളം മജിസ്ട്രേറ്റ് നിയമാനുസൃതം മൊഴി രേഖപ്പെടുത്തി അവർക്കെതിരെ എടുത്ത കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അഭിഭാഷകനെതിരെയും ഇപ്രകാരം ദുഷ്ടലാക്കോടുകൂടി അഭിഭാഷകനും ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ള വ്യംഗ്യേന റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകന് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമാനുസൃതമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത് തികച്ചും നീതിക്ക് എതിരാണ്, നിയമത്തിനെതിരാണ്. അപ്രകാരമുള്ള നടപടികൾ അഭിഭാഷക സമൂഹത്തിന് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. അഭിഭാഷകർക്ക് സ്വതന്ത്രമായി അവരുടെ അഭിഭാഷക വൃത്തി നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. ഇത് അവരുടെ പ്രൊഫഷന് മേലുള്ള, അവരുടെ അഭിഭാഷക വൃത്തിക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. ഇത് അനുവദിക്കത്തക്ക ഒരു സംഗതിയല്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടർന്നാൽ പ്രതിഷേധം തുടരുമെന്ന് അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഡിസംബറിൽ മറയൂരിൽ ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിന് ശേഷമാണ് വനപാലകരും അഭിഭാഷകരും തമ്മിലുള്ള പോര് രൂപം കൊണ്ടത്. ദേശീയപാത 85 നവീകരണ ജോലികൾക്ക് ശേഷം പള്ളിവാസലിൽ ശുപാർശ ചെയ്തിട്ടുള്ള ടോൾ പ്ലാസ അവിടെ അനുവദിക്കാൻ പാടില്ലെന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ആ ശുപാർശയ്ക്ക് കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചയാണ്. നിലവിൽ ദേവികുളത്ത് ഒരു ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നുണ്ട്. പള്ളിവാസലിൽ കൂടി ഒരു ടോൾ പ്ലാസ വന്നാൽ ദേശീയപാതയിൽ 10 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ പ്ലാസ എന്ന സാഹചര്യമുണ്ടാകും. അത് ദേശീയപാത നിയമത്തിന് എതിരാണ്. ഇക്കാര്യം ദേശീയപാത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും MP മൂന്നാറിൽ വ്യക്തമാക്കി. ഇപ്പോൾ ഈ ദേശീയപാതയിൽ പള്ളിവാസലിൽ ഒരു ടോൾ പ്ലാസ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ MP എന്നുള്ള നിലയിൽ ആ ടോൾ പ്ലാസ അവിടെ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. കാരണം അത് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ സംഭവിച്ചൊരു വീഴ്ചയാണ്. നേരത്തെ ഇപ്പം ബോഡിമുട്ട് മുതലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മൂന്നാറിൽ സമാപിച്ചത്. അതിൻ്റെ ഒരു ടോൾ പ്ലാസ ദേവികുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ നമുക്ക് കൊച്ചി മുതൽ മൂന്നാർ വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചപ്പോൾ 60 കിലോമീറ്റർ എക്സ്റ്റൻഷനിൽ ഒരു ടോൾ പ്ലാസ എന്നുള്ളതാണ് നാഷണൽ ഹൈവേയുടെ പോളിസി. അപ്പോൾ 124 കിലോമീറ്ററാണ് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ളത്. അപ്പോൾ 124 കിലോമീറ്ററിന് ഇടയിൽ 2 ടോൾ പ്ലാസ സ്ഥാപിക്കാം എന്നുള്ള സ്ഥിതി വന്നു. പക്ഷേ ഇവരതിൻ്റെ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് എടുത്തു. നേരത്തെ ബോഡിമെട്ടിൽ നിന്നും മൂന്നാറിലേക്കാണ് നിർമ്മാണം നടത്തിയത്. ദേവികുളത്ത് ടോൾ പ്ലാസ സ്ഥാപിച്ചു. ഇനി മൂന്നാറിൽ നിന്നും കൊച്ചിയിലേക്കായിരുന്നു അളവെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ടോൾ പ്ലാസ വരുന്നത് ഏതാണ്ട് നമ്മുടെ കോതമംഗലത്തിന് മുൻഭാഗത്താണ്, കവളങ്ങാട് ആ ഭാഗത്താണ്. അതിനുശേഷം കൊച്ചിയുടെ അടുത്താണ് രണ്ടാമത്തത് വരേണ്ടത്. ഇത് ചെയ്യുന്നതിന് പകരം അവർ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് മെഷർമെൻ്റ് എടുത്ത് ആദ്യത്തെ ടോൾ പ്ലാസ കോതമംഗലത്തും രണ്ടാമത്തെ ടോൾ പ്ലാസ പള്ളിവാസലിലും ശുപാർശ ചെയ്യും. അപ്പോൾ അത് ശരിയല്ല എന്ന് ദേശീയപാത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിഷ്കർഷ കൊടുത്തിട്ടുണ്ട്. പീരുമേട് താലൂക്കിലെ തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന വാസയോഗ്യമല്ലാത്ത എസ്റ്റേറ്റ് ലയങ്ങൾ നവീകരിക്കുന്നതിന് കൂടുതൽ തുക സംസ്ഥാന തൊഴിൽ വകുപ്പ് അനുവദിച്ചതായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി. ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ നിരന്തര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ലയങ്ങളുടെ നവീകരണത്തിന് സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചത്. ലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി കൂടുതൽ തുക അനുവദിക്കാനുള്ള ഉത്തരവ് തൊഴിൽ വകുപ്പ് ഇറക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റിന് ധനകാര്യ വകുപ്പ് അന്തിമ ഉത്തരവ് ഇറക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ 10 കോടി രൂപ അനുവദിച്ചതിൽ നിന്നും കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് ലയങ്ങളുടെ നവീകരണം പൂർത്തീകരിക്കാനാണ് ഉത്തരവ്. അതോടൊപ്പം തന്നെ ഈ ഉത്തരവിന്മേൽ വ്യവസായ വകുപ്പാണ് പ്രപ്പോസൽ സമർപ്പിക്കേണ്ടത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഈ തൊഴിൽ വകുപ്പിനും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിനും നിവേദനം നൽകിയിരുന്നു. ബോഡിമെട്ടിന് സമീപം ചൂണ്ടലിലെ ഏലത്തോട്ടത്തിൽ മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെ മരത്തിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. സേനാപതി കാറ്റൂതി പാണ്ടിമാക്കൽ റോണിയാണ് മരിച്ചത്. ബോഡി നായ്ക്കന്നൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള RS കാർണവം എസ്റ്റേറ്റിൽ വച്ചാണ് അപകടമുണ്ടായത്. മരത്തിൽ നിന്നും വീണ് ഗുരുതര പരിക്കേറ്റ റോണിയെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയിരിക്കുന്ന അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട LP സ്കൂളിന്റെ സ്ഥലം തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് PTA നൽകിയ പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. AEO യശോധരൻ KK യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്.
മാട്ടുക്കട്ട ഗവൺമെന്റ് LP സ്കൂളിന്റെ 47 സെന്റ് സ്ഥലമാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയിരുന്നത്. ഇത് തിരികെ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട സ്കൂൾ PTA-യും അധ്യാപകരും കുട്ടികളും മന്ത്രി റോഷി അഗസ്റ്റിനും MLA വാഴൂർ സോമനും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പരാതി വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന AEO യശോധരൻ KK-യുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി സ്ഥലത്തിന്റെ രേഖകൾ പരിശോധിച്ചു. ഗവൺമെന്റ് LPS അയ്യപ്പൻ കോവിലിലെ സ്കൂളിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്കൂൾ PTA-യും കുട്ടികളും ചേർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനും MLA-ക്കും ഒരു പരാതി കൊടുക്കുകയുണ്ടായി. ഈ പരാതി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും അവിടെ നിന്ന് സ്കൂളിൽ അന്വേഷണത്തിനായി വരികയും അവർ സ്കൂളിൻ്റെ സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി സ്കൂളിന്റെ ഭൂമി സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയിരിക്കുന്നത് തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ നടന്നുവരികയാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്വാധീനങ്ങൾ മൂലം കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും ആരോപണമുണ്ട്. സ്ഥലം തിരികെ ലഭിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള കളിസ്ഥലമായി ഇത് മാറ്റാൻ സാധിക്കും. ഇടുക്കി നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സോക്കർ സ്കൂളിന്റെ സഹകരണത്തോടെ നടത്തുന്ന രണ്ടാമത് MP കപ്പ് സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഒന്നാമതായിട്ട് ഈ ക്യാപ്റ്റന്മാര് അവരുടെ ജോലി എന്താ? നിങ്ങളാണ് ഈ ടീമിനെ നയിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഒരു നേതൃശേഷിയും അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു കളി കഴിയുമ്പോൾ മനസ്സിലാക്കും തന്നെ അല്ലേ? ആണല്ലോ. കാരണം നിങ്ങൾ ക്യാപ്റ്റനാകുമ്പോൾ ക്യാപ്റ്റൻ്റേതായ ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കും. നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ച് ഈ ചില ആളുകൾ ഒറ്റയ്ക്ക് കളിക്കുന്ന ആളുകൾ അവൻ്റെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ഒരു ഗോളൊക്കെ അടിക്കും, ചിലപ്പോൾ കളിയും ജയിക്കും. പക്ഷേ എല്ലാ കാലവും നിലനിൽക്കുമോ? എല്ലാ കാലവും നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ച വേണം, എല്ലാ ആളുകളെയും കൂട്ടിച്ചേർക്കണം അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിലും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെഹ്റു യുവകേന്ദ്ര ജില്ലാ ഓഫീസർ സച്ചിൻ അധ്യക്ഷനായിരുന്നു. പ്രതീക്ഷാ ഭവൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹണി വി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. KFA എക്സിക്യൂട്ടീവ് അംഗം ജോസ് പുളിക്കൽ, എബ്രഹാം, അഭിജിത് KM എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 14ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫൈനലിൽ എത്തുന്ന ടീമുകൾക്ക് ജെയ്ക്കോ ജ്വല്ലറി നൽകുന്ന ക്യാഷ് അവാർഡും ട്രോഫിയും ലഭിക്കും. ശനിയാഴ്ചയാണ് ഫൈനൽ മത്സരം നടക്കുക. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ നാട്ടിലിറങ്ങുന്ന നരഭോജികളായ വന്യജീവികളെ ഉടൻ വെടിവെച്ചു കൊല്ലാൻ കഴിയും വിധം നിയമനിർമ്മാണം നടത്തണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ. ഇക്കാര്യത്തിൽ സർക്കാർ പുലർത്തുന്ന ഉദാസീന നിലപാടിൽ പ്രതിഷേധിച്ച കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതൃത്വം അറിയിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാനുള്ള ഗവൺമെന്റ് പുലർത്തുന്ന ഉദാസീനതകൾ പ്രതിഷേധിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ മാനന്തവാടിലെ വന്യജീവി ആക്രമണ കൊലയുടെ പശ്ചാത്തലത്തിൽ ജനുവരി മാസം 26-ാം തീയതി ഞായറാഴ്ച റിപ്പബ്ലിക് ദിനം ഒരു പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ്. കാടിറങ്ങുന്ന, നാട്ടിൽ താണ്ഡവമാടുന്ന വന്യജീവികളെ ഉടനെ തന്നെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമനിർമ്മാണം നടത്തുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ സത്വര നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ ദിനം സംഘടിപ്പിക്കുന്നത്. ഉടമസ്ഥൻ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് കാർഷിക വിളകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. മുരിക്കാശ്ശേരി വെള്ളത്തുവൽ തോമസ് ജോർജിന്റെ പുരയിടത്തിലാണ് അക്രമം നടന്നത്. സംഭവത്തിൽ തോമസ് മുരിക്കാശ്ശേരി പോലീസിൽ പരാതി നൽകി. മുരിക്കാശ്ശേരി വെള്ളൂക്കുന്നേൽ തോമസ് ജോർജിന്റെ പുരയിടത്തിലെ 4 വർഷം പ്രായമായ തെങ്ങിൻ തൈകളും കുരുമുളക് ചെടികളും ജാതിയുമാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. കഴിഞ്ഞ മാസം നാഗാലാൻഡിലേക്ക് യാത്ര പോയിരുന്ന തോമസ് ജോർജ് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയപ്പോഴാണ് കാർഷിക വിളകൾ നശിപ്പിച്ചതായി കണ്ടെത്തിയത്. വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാത്ത വിധം ഇരുമ്പ് വല കൊണ്ട് തെങ്ങിൻ തൈകൾക്ക് സംരക്ഷണം ഒരുക്കിയിരുന്നതിനാൽ മൃഗങ്ങളുടെ ആക്രമണത്താലല്ല തൈകൾ നഷ്ടപ്പെട്ടതെന്ന് തോമസ് പറയുന്നു. നിരന്തരം എന്നെ മാനസികമായിട്ടും കഷ്ടപ്പെടുത്തി എന്നെ ഇതിൽ നിന്ന് ഓടിച്ചു വിടുക, അല്ലെങ്കിൽ ഈ പറമ്പിൽ നിന്ന് പോവുക, അല്ല ഒരാൾ പോലും പാട്ടത്തിനെടുക്കുകയല്ലാത്ത രീതിയിലാണ്. ഇപ്പം തന്നെ 47 കൊടിയോ 57 കൊടികളോ ഈ 5-ാം തീയതിക്കുള്ളിൽ നശിപ്പിച്ചിട്ടുണ്ട്. ഓരോ തെങ്ങിൻ്റെയും നശിപ്പിച്ച് കളഞ്ഞതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഓരോ കൊടിയും ഉണക്കി കളഞ്ഞിരിക്കും. ഒരു കൊടി, ഈ 2 കൊടി. ക്കാളധികം എനിക്ക് വന്നിരിക്കുന്ന മാനസിക ക്ലേശം അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അത്രയും തകർന്നു പോയൊരു മനുഷ്യനാണ്. കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. സംഭവത്തിൽ പ്രദേശവാസിയെ സംശയമുള്ളതായും തോമസ് പറഞ്ഞു. സംഭവത്തിൽ മുരിക്കാശ്ശേരി പോലീസിൽ തോമസ് പരാതിയും നൽകി. കാഞ്ചേർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ
ഗ്രീൻ ലീഫ് കർഷക സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ തൊപ്പിപ്പാളയിൽ ഇക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും നടീൽ വസ്തുക്കളും ജൈവ ജീവാണുവളങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാക്കുകയാണ് ഇക്കോ ഷോപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. നാളുകളായി യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അടക്കം നേതൃത്വത്തിൽ കാർഷിക രംഗത്ത് വലിയ നേട്ടം കൈവരിക്കുന്ന സംഘമാണ് ഗ്രീൻ ലീഫ്. ഇവരുടെ നേതൃത്വത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ, ജൈവവളങ്ങൾ, ഒപ്പം വിഷമയമില്ലാത്ത പച്ചക്കറികളടക്കം ഇവിടെ ലഭിക്കും. ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു. അതിൽ നിന്നുമെല്ലാം കാലം മാറി കാലത്തിനൊത്ത് സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ജീവാണുവളങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായ രീതിയിൽ നാനോ ടെക്നോളജിയോടുകൂടിയൊക്കെ വരുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എങ്കിലും ഇപ്പോൾ ഇവിടുത്തെ കർഷകർ നമ്മളെ പ്രകൃതിയോട് ഇണങ്ങി തന്നെ ജൈവ എക്കോ ഷോപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം മറ്റ് രാസവളങ്ങളൊക്കെ പരമാവധി ഉപയോഗിക്കാതെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി തന്നെ കൃഷി ചെയ്തതാണ്. ഇപ്പം അങ്ങനെ ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അസാധ്യമായ കാര്യമാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ. കാരണം പ്രകൃതി നമ്മളോട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കൃഷിരീതികൾ കാലത്തിനൊത്ത് വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കുന്ന വിള അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നം നമുക്ക് കിട്ടും. ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തെക്കേൽ അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ലിനറ്റ് ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാറും നടീൽ വസ്തുക്കളുടെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജ വിനോദും ജൈവ ജീവാണു വളങ്ങളുടെ വിതരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടനും നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റുമാരായ മനോജ് മോൻ അഗസ്റ്റിൻ, ആദിത്യ സുരേഷ്, മറ്റ് ഭാരവാഹികളായ റിജോ കുഴിപ്പള്ളി, മനേഷ് ആയല്ലൂർ, ജെയിംസ് ആയല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ടി.എസ്. ബേബി അനുസ്മരണം കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പാരിഷ് ഹാളിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. കട്ടപ്പന അർബൻ ബാങ്ക് പ്രസിഡന്റ്, കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ്, റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ടി.എസ്. ബേബി കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലെ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 16-നാണ് ടി.എസ്. ബേബി വിടവാങ്ങിയത്. കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പാരിഷ് ഹാളിൽ അനുസ്മരണം നടന്നു. ജോയി വെട്ടിക്കുഴി അധ്യക്ഷനായിരുന്നു. EM ആഗസ്തി, ബീന ടോമി, VR സച്ചി, മാത്യു ജോർജ്, TJ ജേക്കബ്, സാജി ജോർജ്, ഷാജി നെല്ലിപ്പറമ്പിൽ, സിജു ചക്കുമൂട്ടിൽ, സിബി പാറപ്പായി തുടങ്ങിയവർ അനുസ്മരണത്തിൽ പങ്കെടുത്തു. നർമ്മരസം കൊണ്ടും സംഭാഷണാതിരി കൊണ്ടും നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു വിശിഷ്ട വ്യക്തിത്വമായിരുന്നു ശ്രീ ബേബി സാറ്. അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം വളരെ ആസ്വദിച്ച് ചെയ്തതാണ്. അധ്യാപകനായിരിക്കുക എന്നത് അദ്ദേഹം ആസ്വദിച്ച് ചെയ്ത ജോലിയാണ്. അതുപോലെ തന്നെയാണ് മണി ടീച്ചറും. രണ്ടുപേരും അവരുടെ ജോലിയിൽ 100% ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ആ രംഗത്ത് വലിയ അംഗീകാരവും ആദരവും ലഭ്യമാവുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. വളരെ സൗമ്യമായി മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ നയവും കാഴ്ചപ്പാടും ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ലൈബ്രറി പ്രവർത്തനം എന്നുള്ള നിലയിലും വളരെ കൃത്യമായി അവതരിപ്പിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ടി.എസ്. ബേബി സാറിന്റെ വിടവാങ്ങൽ പ്രത്യേകിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് തീരാനഷ്ടമാണ്. അയ്യപ്പൻകോവിൽ ആനക്കുഴിയിൽ പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന മിനി സോളാർ ഹൈമാസ്റ്റ് ലൈറ്റ് മിഴിയടച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ഈ റോഡിൽ വഴിവിളക്കുകളുടെ അഭാവം രാത്രികാലങ്ങളിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തേക്ക് നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന മാട്ടുകെട്ട ആനക്കുഴി റോഡിലാണ് വഴിവിളക്കുകളുടെ അഭാവം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ആനക്കുഴി മറ്റത്തിൽപ്പടി ഭാഗത്ത് പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന മിനി സോളാർ ഹൈമാസ്റ്റ് ലൈറ്റ് മിഴിയടച്ചിട്ട നാളുകളായി. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തി ലൈറ്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിന് യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി. ഈ റോഡിൽ ഒരു പഞ്ചായത്ത് കൊണ്ട് സ്ഥാപിച്ച ഒരു ഹൈമാക്സ് ലൈറ്റാണ്. ഇത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഉപയോഗശൂന്യമായി കത്താതെ കിടക്കാണ് സാധനം. അതുപോലെ തന്നെ ഈ ഓരോ പോസ്റ്റിൽ കൂടെ ഇവിടെ ലൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ലൈറ്റുകൾ പോലും ഇവിടെ കത്തുന്നില്ല. അതുകൊണ്ട് നല്ലൊരു ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വിനോദസഞ്ചാരികളെല്ലാം കൂടെ ഈ തൂക്കുപാലം കാണാനും ഈ ക്ഷേത്രം കാണാനും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ്.
അപ്പോൾ ഈ ഇരുട്ടിൻ്റെ ഒരു പ്രശ്നം വലിയ കാര്യമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഈ ഹൈമാക്സ് ലൈറ്റുകളൊക്കെ തെളിയിക്കുന്ന സംവിധാനം റോഡെല്ലാം ഇപ്പം ഇരുണ്ടും കൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കാം. പ്രദേശത്തെ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണ്. അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട പ്രവർത്തനരഹിതമായ വഴിവിളക്കുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അടിമാലി കൂമ്പൻപാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആനുവൽ ഡേ ആഘോഷവും യാത്രയപ്പും നടന്നു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന ഡൈന ജോസിന് ചടങ്ങിൽ യാത്രയപ്പും നൽകി. അടിമാലി കൂമ്പൻപാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 62ാമത് ആനുവൽ ഡേ ആഘോഷമാണ് സംഘടിപ്പിച്ചത്. 34 വർഷത്തെ സേവനത്തിന് ശേഷം അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന ഡൈന ജോസിന് ചടങ്ങിൽ യാത്രയപ്പും ഒരുക്കി. കാർണിവാലെ 2025 എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഏറെ അഭിമാനമാണ് നമ്മുടെ ജില്ലയിൽ ഏറ്റവും മികച്ച ഒരു വിദ്യാലയമായി എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഫാത്തിമ മാതാ HS. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ക്രിയേറ്റീവായി ഇടപെടുന്ന CMC കോൺഗ്രിഗേഷൻ്റെ മഹത്തായ സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാനാവില്ല. കാർമൽഗിരി പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ ഡോക്ടർ പ്രദീപ CMC ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ വിൻസി മരിയ CMC, സിസ്റ്റർ റീനറ്റ് CMC, ഫാദർ ജോസഫ് വെളിഞ്ഞാലിൽ, അടിമാലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആനിയമ്മ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജിന്റെ 10ാം വാർഷികാഘോഷം നടന്നു. ക്രിസ്റ്റല്യൂട്ട് 2K25 എന്ന പേരിലായിരുന്നു പരിപാടി. കട്ടപ്പന ASP രാജേഷ് കുമാർ IPS ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ പിന്നണി ഗായകൻ ലിബിൻ സ്കറിയ മുഖ്യ അതിഥിയായി. വിപുലമായ പരിപാടികളോടെയാണ് ക്രൈസ്റ്റ് കോളേജിന്റെ 10ാം വാർഷിക ആഘോഷം സംഘടിപ്പിച്ചത്. മാനേജ്മെന്റിന്റെയും വിദ്യാർത്ഥി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടന്ന ക്രിസ്റ്റല്യൂട്ട് 2K25-ൽ സി കേരളം സരിഗമ ടൈറ്റിൽ വിന്നറും സിനിമാ പിന്നണി ഗായകനുമായ ലിബിൻ സ്കറിയ മുഖ്യ അതിഥിയായി. കട്ടപ്പന ASP രാജേഷ് കുമാർ IPS ഉദ്ഘാടനം നിർവഹിച്ചു. to make it to the decade. So I know more decades of this colleges are coming in future. So now congratulations for completing 10 years of this college. കോട്ടയം CMI സെന്റ് ജോസഫ് പ്രൊവിൻസ് ഫിനാൻസ് കൗൺസിലർ ഫാദർ ജോബി മഞ്ഞക്കാലായിൽ CMI അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI, കാർമൽ വിദ്യാപീഠ് ട്രസ്റ്റ് സെക്രട്ടറി ഫാദർ ബെർണി തറപ്പേൽ CMI, PTA പ്രസിഡന്റ് സിജു ജോസഫ്, കോളേജ് ചെയർമാൻ റോണി റജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കൂടാതെ കോമഡി ഉത്സവം ഫെയിം രാജേഷ് ലാൽ നയിച്ച മ്യൂസിക്കൽ നൈറ്റും ചടങ്ങിനെ വ്യത്യസ്തമാക്കി. ക്രിസ്റ്റി P. ആന്റണി, അഖിൽ ഫിലിപ്പ്, FC മാത്യു, ജെബിൻ സ്കറിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മേരിഗിരി മരിയൻ പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം നടന്നു. കുമളി സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോച്ചൻ J. നജവള്ളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മേരിഗിരി മരിയൻ പബ്ലിക് സ്കൂളിന്റെ 22ാമത് വാർഷികവും അധ്യാപക രക്ഷകർത്തൃ സംഗമവുമാണ് സംഘടിപ്പിച്ചത്. ഗ്രേസ് ഗാല 2K25 എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി കുമളി സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോച്ചൻ J. നജവള്ളിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മനസ്സിലായെന്ന് വരില്ല, പക്ഷേ നമുക്ക് മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ പോലും ആ ഉദ്ദേശം, ചില നല്ല കാര്യങ്ങൾ, നല്ല ഉദ്ദേശങ്ങൾ അതിന് പിന്നിൽ ഉണ്ടാവും. അവരുടെ നിരവധി വർഷങ്ങളിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും അവരാ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് സഹായകരമായി തീരും. സ്കൂൾ മാനേജർ ഫാദർ ഷെബിൻ ഇടത്തുംപടിക്കൽ അധ്യക്ഷനായിരുന്നു. തിരുവല്ല ആർച്ച് ഡയോസിസ് വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ വർഗീസ് മരുതൂർ മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ താരം ദേവനന്ദ രതീഷ് പരിപാടിയിൽ മുഖ്യ അതിഥിയായി. വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു.
വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോളി സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ലൈലാമണി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനാഘോഷവും നടന്നു. ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് IPS വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 45ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവുമാണ് സംഘടിപ്പിച്ചത്. സെന്റ് തോമസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് IPS ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമ്മുടെ മാത്രമാണെന്നും ആത്മാർത്ഥമായ പരിശ്രമമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും നമ്മുടെ സ്വപ്നങ്ങളിലും ലക്ഷ്യങ്ങളിലും വിജയം നേടാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടത്, നമ്മുടെ ലക്ഷ്യങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരിക്കലും മറ്റുള്ള ആൾക്കാരല്ല നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നമുക്ക് പറയേണ്ടത്. നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നോ നിനക്ക് ഇത്രയൊക്കെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് മറ്റുള്ളവരല്ല നമ്മളോട് പറയേണ്ടത്. നമ്മളാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ടതും നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ടതും ഒക്കെ. ആ ലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും ഉണ്ടെങ്കിൽ പരാജയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. ഞാൻ എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്ത് അത് ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ചിലപ്പോൾ നമുക്ക് തുടരെ പരാജയങ്ങൾ ഉണ്ടാവാം, സെറ്റ്ബാക്സ് ഉണ്ടാവാം. വലിയ വലിയ ഗോൾസിലേക്കുള്ള യാത്രയാണെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവാം. പക്ഷെ അതിനൊന്നും മനസ്സ് തളരാതെ വലിയൊരു യാത്രയാകുമ്പോൾ ഇടയ്ക്ക് വീണ് പോയേക്കാം. വീണാലും എണീച്ചിട്ട് വീണ്ടും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ പരാജയങ്ങളിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ് ഡീമോട്ടിവേറ്റഡ് ആവാതെ വീണ്ടും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസ് മാറാട്ടിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ സാബു കുര്യൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, PTA പ്രസിഡന്റ് ജോയി കാട്ടുപാലം, MPTA പ്രസിഡന്റ് ലിസമ്മ ജോസഫ്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജൂബിൻ കായുംകാട്ടിൽ, സെന്റ് തോമസ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിനീത വർഗീസ്, സ്റ്റാഫ് സെക്രട്ടറിമാരായ ജോഷി ജോസഫ്, ജോബിൻ കളത്തിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ജനുവരി 24, 25, 26 തീയതികളിലായാണ് തിരുനാൾ നടക്കുന്നത്. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിനാണ് തുടക്കമായത്. 3 ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക. കൊടിയേറ്റ് കർമ്മം ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ നിർവഹിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ. കൊടിയേറ്റിന് ശേഷം ലതീഞ്ഞ, തിരുനാൾ കുർബാന, സെമിത്തേരി സന്ദർശനം എന്നിവ നടന്നു. തിരുനാളിന്റെ 2ാം ദിവസം വൈകിട്ട് 4 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും. ഫാദർ വിനീത് മെയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഷാജി മംഗലത്ത് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് കട്ടപ്പന ടൗണിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം നടക്കും. 3ാം ദിവസമായ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാന നടക്കും. തുടർന്ന് 10 മണിക്ക് വാഹന വെഞ്ചിരിപ്പ്, വൈകിട്ട് 4 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവയും നടക്കും. ഫാദർ ലിബിൻ മനക്കലേട്ട് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണത്തിന് ശേഷം ദിവ്യകാരുണ്യ ആശീർവാദവും പിന്നണി ഗായകൻ ജിൻസ് ഗോപിനാഥ് നയിക്കുന്ന ഗാനമേളയും നടക്കും. ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി കുന്നത്തുംപാറയിൽ, ഫാദർ ചാക്കോ ഐലുമാലിൽ, സിബി കിഴക്കേൽ, സാജൻ വലിയകുന്നിൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ചെമ്പകപ്പാറ പള്ളിക്കാനം സെന്റ് പീറ്റേഴ്സ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജോർജ് തുമ്പനിരപ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു.
ഫാദർ സെബാസ്റ്റ്യൻ തെക്കേൽ, ഫാദർ കുര്യൻ പുത്തൻപുര CMI, പെരിഞ്ചാംകുട്ടി ഇടവക വികാരി ഫാദർ ഇമ്മാനുവേൽ, കോട്ടയം പൗരസ്ത്യ വിദ്യാപീഠം പ്രസിഡന്റ് റവറൻ ഡോക്ടർ പോളി മണിയാട്ട, ഫാദർ ജോസഫ് കുമ്പളംതാനം തുടങ്ങിയവർ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 25-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് ചങ്ങനാശ്ശേരി അമല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ബൈബിൾ നാടകം തച്ചൻ അരങ്ങേറും. 26-ന് തിരുനാൾ സമാപിക്കും. കൈക്കാരന്മാരായ തങ്കച്ചൻ കടുകേപ്പറമ്പിൽ, ജോയിക്കുട്ടി ചിറ്റൂർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, പ്രാർത്ഥനാ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകും. ഇടുക്കി ജില്ലാ ടീച്ചേഴ്സ് ഹൗസിംഗ് സഹകരണ സംഘത്തിലെ സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം സംഘം പ്രസിഡന്റ് ജോർജ് ജേക്കബ് നിർവഹിച്ചു. പദ്ധതിയിൽ സൊസൈറ്റിയിലെ സഹകാരികൾക്കും പൊതുജനങ്ങൾക്കും 5 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. സ്വർണ്ണപ്പണയ വായ്പ കുറഞ്ഞ പലിശയ്ക്ക് സഹകാരികൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാഞ്ചിയാർ സ്വരാജ് സ്വദേശി ഔസേപ്പച്ചന്റെ വീട്ടിൽ കഴിഞ്ഞ ക്രിസ്തുമസിനൊരുക്കിയ ക്രിസ്തുമസ് ട്രീ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. അതിന് കാരണം ക്രിസ്തുമസ് ദിനത്തിൽ ക്ഷണിക്കാതെ വീട്ടിലെത്തിയ ഒരു അതിഥിയാണ്. ഇരട്ടത്തലച്ചി എന്നു പേരുള്ള റെഡ് വിഷ്കേൾഡ് ബുൾബുൾ എന്ന അതിഥി താമസിയാതെ ക്രിസ്തുമസ് ട്രീയിൽ ഒരു കൂട് വെച്ചു. ഇപ്പോൾ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളടക്കം 3 അതിഥികളാണ് ഔസേപ്പച്ചന്റെ വീട്ടിലുള്ളത്. ക്രിസ്മസ് ആഘോഷത്തിന് ശേഷം വീടിന്റെ മുറ്റത്തൊരുക്കിയ ക്രിസ്മസ് ട്രീ എടുത്തുമാറ്റുന്ന വേളയിലാണ് കാഞ്ചാർ സ്വരാജ കൂനമ്പാറയിൽ ഔസേപ്പച്ചൻ ക്രിസ്മസ് ട്രീയിൽ ഒരു കിളിക്കൂട് ശ്രദ്ധിച്ചത്. ഭാര്യ ലില്ലിക്കുട്ടിയുമായി ചേർന്ന കൂടുകിളി ഉപേക്ഷിച്ചു പോകുന്നവരെ ക്രിസ്മസ് ട്രീ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന തീരുമാനമെടുത്തു. പിന്നീടാണ് അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയ അതിഥിയെ ഇരുവരും കണ്ടത്. ഇരട്ടത്തലച്ചി എന്ന നാട്ടുപേരുള്ള നാട്ടു ബുൾബുളുകളുടെ ഇനത്തിൽപ്പെട്ട റെഡ് വിഷ്കേഡ് ബുൾബുൾ പക്ഷിയാണ് ക്രിസ്മസ് ട്രീയിൽ കൂടൊരുക്കിയിരിക്കുന്നത്. ദിവസങ്ങൾ പിന്നിട്ടതോടെ കൂട്ടിനുള്ളിൽ 2 മുട്ടയും ഇട്ടു. ഇതോടെ വീട്ടുകാർക്ക് കൗതുകവും ഏറെയായി. പിന്നീട് കാത്തിരിപ്പുള്ള ദിവസങ്ങളായിരുന്നു. ഔസേപ്പച്ചനും ഭാര്യ ലില്ലിക്കുട്ടിയും എല്ലാ ദിവസവും കൂട് നിരീക്ഷിച്ചു പോന്നു. അതിൻ്റെയൊപ്പം തള്ളക്കിളിയുമായി ഇരുവരും ചങ്ങാത്തവും ആരംഭിച്ചു. ഔസേപ്പച്ചനോടും ഭാര്യയോടും അമ്മക്കിളി നന്നായി ഇണങ്ങി. പുറത്തുനിന്ന് ആര് തന്നെ വന്നാലും തന്റെ കൂടിനും മുട്ടകൾക്കും ഔസേപ്പച്ചനും ഭാര്യയും സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് ഒരുപക്ഷെ അമ്മക്കിളിക്ക് ഉണ്ടാകും. അത് സത്യമാണ് താനും. കാത്തിരിപ്പിനൊടുവിൽ 2 ദിവസം മുമ്പാണ് മുട്ട വിരിഞ്ഞത്. അത് അമ്മക്കിളിക്കൊപ്പം ഔസേപ്പച്ചനും ലില്ലിക്കുട്ടിക്കും ഏറെ ആഹ്ലാദകരമായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞ് 11 ദിവസമായി കഴിയുമ്പോൾ ഈ ട്രീയും സ്റ്റാറും ഒക്കെ എടുത്തു വെക്കുന്ന ഒരു പതിവുണ്ട്. അതിനെ ഞാൻ വന്ന് സ്റ്റാർ എടുത്ത് ട്രീ എടുക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു കൂടിരിക്കുന്നു കണ്ടു കഴിഞ്ഞപ്പം വീട്ടുകാരത്തി എന്നോട് പറഞ്ഞു, കൂട് വെറുതെ കളയണ്ട, അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് മുട്ടയിട്ടു. 2 മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് കുഞ്ഞ് വിരിഞ്ഞ് 2 കുഞ്ഞുണ്ട്. കുഞ്ഞ് കണ്ണു തുറന്ന് വരുന്നേ ഉള്ളൂ. കടയിൽ നിന്നും വാങ്ങിയ പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീയിലായിരുന്നു കൂടെങ്കിലും അമ്മക്കിളിക്ക് അത് തന്നെയായിരുന്നു മുട്ടയിടാൻ ഏറ്റവും അനുയോജ്യമായിരുന്നിടം. അതിന് കാരണം കാവൽക്കാരനായി ഔസേപ്പച്ചനും ലില്ലിക്കുട്ടിയും ഉള്ളതുകൊണ്ട് തന്നെയെന്ന് പറയാം. ഇഴജന്തുക്കളോ മറ്റു ജീവികളോ കൂടിനടുത്തേക്ക് വരാതെയും ഇരുവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇനി 2 കിളികളും പറക്കുമുറ്റുന്നവരെ അമ്മക്കിളിക്കൊപ്പം ഇരുവരും സംരക്ഷകരാണ്. പറന്നകലുന്ന കുഞ്ഞുങ്ങളെ കാണാനുള്ള ആകാംക്ഷയിലാണ് ഇനി ഈ ദമ്പതികൾ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം
വിശ്വസ്ത കരങ്ങളിലൂടെ. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട് 96, വിൽപ്പനയ്ക്ക് വന്നത് 14,065, വിൽപ്പന നടന്നത് 13,431, കൂടിയ വില 3,449, ശരാശരി വില 3,003. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 635 രൂപ, ഏലം കൂടിയ വില 2,950, ഏലം ശരാശരി വില 2,800, കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 900, കൊക്കോ 170, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,555 രൂപ, വെള്ളി 105. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ തീപിടുത്തം. തീപിടിച്ചത് പഴയ റെക്കോർഡുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ. പഴയ രേഖകൾ മാത്രമാണ് കത്തിയതെന്നും ബാങ്കിന്റെ നിലവിലെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും ഭരണസമിതി. ചുക്രമുടി ഭൂവിഷയത്തിൽ പ്രതികരണവുമായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വിഷയത്തിൽ ശക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. സർക്കാർ ഇക്കാര്യത്തിൽ വച്ച് പുലർത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും MP. ഇരട്ടയാറിൽ വയോധികയുടെ കഴുത്തിൽ കിടന്ന 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ ജാർഖണ്ഡ് സ്വദേശികളായ ഭാര്യയും ഭർത്താവും കട്ടപ്പന പോലീസിന്റെ പിടിയിൽ. പുലർച്ചെ മോഷണം നടന്നത് ഇരട്ടയാർ സ്വദേശി ഡോക്ടർ ജോ തോമസിന്റെ വീട്ടിൽ. അയ്യപ്പൻകോവിൽ 6 ഏക്കറിൽ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ തൊഴിലാളികൾക്ക് പെരും തേനീച്ചയുടെ കുത്തേറ്റു. പരിക്കേറ്റത് സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ 7ഓളം പേർക്ക്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.